കൂടെ ഇന്ന് നമുക്ക് പറയാനുള്ളത് ഒരു സുസുക്കിയുടെ ആക്സസ് 125ൻ്റെ കഥയാണ് കേട്ടോ. നല്ലൊരു സിംഗിൾ ഓണർ വണ്ടിയാണ്. 2013 മോഡലാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തിരിക്കുന്ന ഈ വണ്ടിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് അടിച്ച് കിട്ടിയാൽ വലിയൊരു സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങൾ അന്വേഷിച്ചെടുക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും വലിയൊരു ഉപകാരമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ കഥ പറയുവാണെങ്കിൽ 2013 മോഡൽ സിംഗിൾ ഓണറായിട്ടുള്ള ഈ ഒരു വണ്ടി ബ്ലാക്ക് കളറാണ്. വലിയ കാര്യമായിട്ടുള്ള ഓട്ടമൊന്നും ഓടിയിട്ടില്ല. അത് ജെനുവിൻ ആയിട്ടുള്ള കിലോമീറ്ററാണ്. അതായത് 41,000 കിലോമീറ്റർ മാത്രമാണ് ഇതിൽ വണ്ടി ഓടിയിട്ട് കാണിക്കുന്നത്. അതിപ്പോഴും അത് വർക്കിംഗ് ആണ്. അത് എന്താ പറയുക, ജെനുവിൻ ആയിട്ടുള്ള ഒരു കിലോമീറ്റർ കൂടിയിട്ടാണ് എന്നുള്ളത്. എന്താണ് ശരി എന്നുള്ളത് നിങ്ങൾക്ക് വന്ന് അത് ഓടിച്ച് നോക്കുമ്പോൾ, വണ്ടി ഒന്ന് ഓണാക്കി നോക്കുമ്പോൾ, സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ, ഓടിച്ച് നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒന്നും വേറെ സംഭവം പെയിൻറ്റിങ്ങിൻ്റേതായ പോയിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ മഡ് ഗാർഡിൻ്റെ അവിടുത്തെ ഈ പെയിൻറ്റ് മാത്രമാണ് പോയിട്ടുള്ളത്. പിന്നെ ഈ അകലെ നിന്ന് നോക്കുമ്പോൾ ലുക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ലുക്ക് തന്നെയാണ്. കുഴപ്പമില്ലാത്ത സംഗതിയാണ്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവിടെ അഴുക്കുണ്ട്, എന്താ പറയുക, വാഷ് ചെയ്തിട്ടില്ല. പക്ഷെ തുരുമ്പിച്ച് പോവുക അല്ലെങ്കിൽ വേറെ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നും കാണാനില്ല ഇവിടെ. പിന്നെ ഉള്ളത് ഇവിടുത്തെ ഇതിപ്പോൾ സ്വാഭാവികം എനിക്കറിയാമല്ലോ, സ്ഥിര ഉപയോഗം കൊണ്ട് പെയിൻറ്റ് പോയിട്ടുണ്ടാവണ ഒരു സംഗതി മാത്രമാണ് ഇത്. വേറെ കുഴപ്പങ്ങളൊന്നും ഈ ഭാഗത്തില്ല. പിന്നെ ഇവിടെ ഒന്നും തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഇതിൽ ഇവിടെയൊക്കെ കാര്യമായിട്ട് തുരുമ്പ് ഉണ്ടാവാറുണ്ട്. ഇവിടെ ചെളി മാത്രമാണ് ഉള്ളൂ. പിന്നെ നമ്പർ പ്ലേറ്റ് പുതിയ മോഡലാണ്, പുതിയത് വെച്ചതാണെന്ന് കാണാൻ പറ്റും. പിന്നെ നമ്പറിലേക്ക് നോക്കുവാണെങ്കിൽ 87, 86 ഒരു ഫാൻസി നമ്പറായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കളർ മാത്രമുള്ള സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ തന്നെ ഈ വണ്ടിയുമേ ഉണ്ട്. പിന്നെ ടൈൽ ലാമ്പിൻ്റെ അവിടെ ഒന്നും വേറെ വൃത്തികേട് അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ ഈ വെള്ള ലൈറ്റ് കാണുന്നിടത്തൊക്കെ ഒരു മഞ്ഞ ഷെയ്ഡ് ഉണ്ടാവാറുണ്ട്. അതൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും ഈ കാണുന്നില്ല. സൈലൻസറിൻ്റെ അവിടെ സ്റ്റീലിൻ്റെ ഒരു ഗാർഡാണ് ഉള്ളത്. പിന്നെ ഇവിടെ കാര്യമായിട്ട് പെയിൻറ്റ് നഷ്ടങ്ങളൊന്നും തന്നെ കാണുന്നില്ല. സീറ്റ് കവർ മാത്രം ചെറുതായിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് കീറിയിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. അതൊരു 300 രൂപ 250 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ അടിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കും. ഇവിടെയൊക്കെ സൂപ്പറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ വരികയാണെങ്കിൽ വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കണം. കാരണം ഇന്ന് അരച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതൊന്നും ചെയ്യാണ്ട് തന്നെ ഇപ്പോൾ ഇത്ര കളറുണ്ട്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എത്ര നന്നായിട്ട് ഇരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇനി ഈ കാണുന്ന വണ്ടി കിലോമീറ്റർ ഓടിയിട്ടുള്ളത് എത്രയാണെന്ന് ചോദിച്ചാൽ 40 ചില്ലാൻ കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ഇതിൽ കാണുന്നത് 41,100 കിലോമീറ്ററാണ് ആകെ ഓടിയിട്ടുള്ളത്. ജെനുവിനാണ്. ഇപ്പോഴും അത് വർക്കിംഗ് ആണ്. സിംഗിൾ ഓണറാണ്. ലേഡിയുടെ കയ്യിലിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ലേഡി ഓണറായിട്ടുള്ളൊരു വാഹനം അത്ര കുറച്ച് ജോലിയിൽ ചെറിയ ആവശ്യങ്ങൾക്ക് ലോക്കൽ ഓട്ടങ്ങൾ മാത്രമാണ് അവർക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അവർ പുതിയ ഇലക്ട്രിക്കിലേക്കൊക്കെ മാറുന്നതുകൊണ്ടാണ് വണ്ടി കൊടുക്കുന്നത്. പിന്നെ 2 മിററുകളുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു കുറ്റം പറയാൻ വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു കുറ്റം പറയാമെന്ന് മാത്രം. വേറെ കുഴപ്പങ്ങളൊന്നും, അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ളൊരു വണ്ടി. ഇനി പറയാനുള്ളത് ടയറിനെ കുറിച്ചിട്ടാണ്. ടയർ കണ്ട കടും പുത്തൻ ടയറാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിലും പുത്തൻ ടയറാണ് ഇട്ടിരിക്കുന്നത്. സെൽഫ് സ്റ്റാർട്ട് ഒറ്റയടിക്ക് വണ്ടി സെൽഫ് സ്റ്റാർട്ടാണ്. ഒന്ന് റേസ് നല്ല വൃത്തിയുള്ളൊരു വാഹനം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ സിംഗിൾ ഓണറായിട്ടുള്ളൊരു വാഹനം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ചെറിയ വിലയിൽ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുന്നതിന് മുന്നേ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷനും പുതിയ ഇൻഷുറൻസാണ്. അപ്പോൾ 2013 മോഡൽ വണ്ടി 2028 വരെയൊക്കെ അതിന് ഫിറ്റ്നസ് ഉണ്ട്. 2 പുതിയ ടയറുകൾ, ഓയിൽ ചേഞ്ച് പുതിയത് ചെയ്തിട്ടുള്ളതാണ്. സിംഗിൾ ഓണർ വണ്ടി, ലേഡി ഓണറാണ്. വേറെ കാര്യമായിട്ടുള്ള ഒടിവ് ചതവൊന്നും വണ്ടിയുമില്ല. ചെറിയ രീതിയിൽ അവിടെ ഇവിടേക്ക് ഒരു പെയിൻറ്റ് പോയിൻ്റ് എന്നല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും പ്രശ്നങ്ങൾ വണ്ടിക്കില്ല. പിന്നെ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിലാണ്. ഇനി വില പറയുന്നത് വെറും 18,000 രൂപ മാത്രമാണ് ആസ്കിംഗ് പ്രൈസ്. സെല്ലർ ആവശ്യപ്പെടുന്നത് വെറും 18,000 രൂപയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സിംഗിൾ ഓണർ വണ്ടി 2013 വണ്ടി 18,000, അതും നെഗോഷ്യബിൾ സാധ്യമാണ്. താല്പര്യക്കാർ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വിളിച്ചിട്ടെങ്ങാനും കിട്ടാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. എന്നിട്ട് വില പേശലും കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്കൊരു വാഹനം സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു പ്രൈസ് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ചോദിക്കുക ഇത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം സെല്ലറോട് നേരിട്ട് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക.
അപ്പോൾ ആൾക്ക് പറ്റുന്ന വിലയാണെങ്കിൽ ആൾ ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ വിട്ടേക്കും. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ കിടക്കാച്ചി വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ.